നമസ്കാരം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇഞ്ചി പച്ചടി അല്ലെങ്കിൽ ഇഞ്ചി തൈര് എന്നൊക്കെ പറയുന്ന ഒന്നാണ്. ഇതിനധികം ചേരുവയൊന്നും വേണ്ട. അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത് നല്ല കട്ട തൈരാണ്. പുളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ്. ചിലവർക്ക് നല്ല പുളിയുള്ള കട്ടത്തൈരായിരിക്കും ഇഷ്ടം, ചിലവർക്ക് ഇതായിരിക്കും. ഇത് മീഡിയം പുളിയുള്ള ഒരു കട്ടത്തൈരാണ്. നമ്മൾ ഇതിനകത്ത് തേങ്ങയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് ഒരു ചെറിയൊരു പുളിയുള്ള കട്ടത്തൈരാണ് ഇത് എടുത്തിരിക്കുന്നത്. കട്ടത്തൈര് തന്നെ വേണം. പിന്നെ വേണ്ട ഉപ്പ്, ഇഞ്ചി, പച്ചമുളക്. പിന്നെ ഇതിനകത്ത് വറുത്തിടാൻ വേണ്ടത് ഒരിച്ചിരി മുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഉലുവ, പിന്നെ കടുകും. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കട്ട തൈര് ഇതൊന്ന് പതുക്കെ സ്പൂണും കൊണ്ടോ അല്ലെങ്കിൽ ഒരു വിസ്കും കൊണ്ടോ ഒന്ന് ഉടച്ചെടുക്കുക. മിക്സി ഉപയോഗിക്കണ്ട, കാരണം മിക്സി ആകുമ്പോൾ അത് ഇങ്ങനെ മോര് പോലെ ലൂസായി കിട്ടും. ഇത് മതി, ഇങ്ങനെ സ്പൂണോ അല്ലെങ്കിൽ വിസ്കോ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് കുറച്ച് ഉപ്പും കൂടി ഇടാം. ഉപ്പ് ചേർത്തു. ഇനി നല്ലോണം ഒന്ന് ഇളക്കുക. എല്ലായിടത്തേക്കും യോജിപ്പിക്കുക. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വറുത്തിടാനാണ് ഉള്ളത്. പാൻ ചൂടായാൽ നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ മതി കേട്ടോ. എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടാവുമ്പോൾ കടുകിടാം. ഇച്ചിരി കടുക്, കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇനി ഉലുവ ഇടാം. ഉലുവ കുറച്ച് മതി കേട്ടോ, 2 മണി ഉലുവ മതി. അത് പൊട്ടിക്കഴിയുമ്പോൾ 2 ഉണക്കമുളക് പൊട്ടിച്ചത്, കുറച്ച് കറിവേപ്പില. ഇത് നമുക്ക് വറുത്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാൻ 2 വലിയ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, പൊടിയായിട്ട് കൊത്തി അരിഞ്ഞതാണ്. ഒരു വലിയ സ്പൂൺ ഇഞ്ചി. അപ്പം നമ്മളെടുക്കുന്ന തൈരിൻ്റെ അളവനുസരിച്ചിട്ടാണ് ഇഞ്ചി എടുക്കുന്നത്. അപ്പം ഞാൻ എത്രയും തൈര് എടുത്ത കാരണം 2 ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെ കുത്ത് കൂടുതലാവരുത്. കൂടുതലെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കുത്തലുണ്ടാവും. അപ്പോൾ കുറച്ച് ഇഞ്ചി, ഓരോരുത്തരും എടുക്കുന്ന തൈരിനനുസരിച്ചിട്ട് ഇഞ്ചി എടുത്താൽ മതി. ഇഞ്ചി എടുക്കുക. ഇഞ്ചി ഒന്ന് ചുമക്ക വറക്കണം. നല്ലതുപോലെയല്ല, എന്നാലും ഒന്ന് ചുമക്ക വറക്കണം. ഇഞ്ചിയുടെ പച്ചച്ചവ ഒന്ന് പോകണം. ഇഞ്ചി ഒരു പാതി ഇത് വന്നു കഴിയുമ്പോൾ
നമുക്ക് പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂൺ പച്ചമുളക് നല്ലോണം കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു 2 പച്ചമുളകുണ്ട്, നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. അധികം എരിവില്ലാത്ത പച്ചമുളക്. നല്ല എരിവുള്ളതാണെങ്കിൽ 1 മതി, കാരണം ഇഞ്ചിക്ക് എരിവുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് എടുക്കുക, നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ലോണം മൂപ്പിക്കുക എന്ന് പറഞ്ഞാൽ കറക്കണ്ട, എന്നാലും ഇതിൻ്റെയൊക്കെ പച്ചമണം പോകണം. പച്ചച്ചവയും പോയി ഒരു സ്മെല്ല് വരും. അപ്പം നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് ഒരുമാതിരി മൂത്തിട്ടുണ്ട്, എന്നിട്ട് ബ്രൗൺ കളറൊന്നും ആയിട്ടില്ല, ആ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇത് ഇങ്ങനെ തന്നെ ഇപ്പം തന്നെ ഈ ചൂടോടുകൂടി തൈരിൽ ചേർക്കരുത്. ഇതിങ്ങനെ വയ്ക്കുക, ഒന്ന് ആറിക്കഴിഞ്ഞിട്ട് മാത്രം തൈരിൽ ചേർത്തിളക്കാം. ഇതൊന്ന് ആറട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഈ തൈരിലേക്ക് ചേർക്കുകയാണ്. തൈരിലേക്ക് ചേർത്ത് ഇനി നമുക്കിത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിത്തൈര് റെഡി ആയിട്ടുണ്ട്. ഇത് ഇഞ്ചിത്തൈരെന്നോ ഇഞ്ചി പച്ചടിയെന്നോ എങ്ങനെ വയ്ക്കാം. ചിലരിത് പച്ചയ്ക്ക് ഇഞ്ചി ഇട്ടിട്ട് വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇത് നല്ല ടേസ്റ്റാണ്. ഇത് തലേ ദിവസം ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസം കഴിക്കാനാണ് കുറച്ചും കൂടി രുചി ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഇത് റെഡി ഉണ്ടോ.